എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഓരോ ആളുകളും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട്. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ നാമം ജപിക്കുന്നത്, ഇതിനൊക്കെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവാനും നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം കിട്ടാനുമാണ് അല്ലേ? നമ്മളെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് സ്വത്തുണ്ടാവണം, ഒരുപാട് വലിയ വലിയ വീട്, വലിയ വാഹനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ദേഹവും അതുപോലെ സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതവും. ഇത് തന്നെയാണ് ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഇത് തന്നെയായിരിക്കും. എന്തൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ആരോഗ്യവും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പലതരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്, പല പൂജകൾ ചെയ്യുന്നവരുണ്ട്, നിരന്തരം അമ്പലത്തിൽ പോയി നാമം ജപം ഇതൊക്കെ മുടങ്ങാതെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ആഗ്രഹം ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തൊരു ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിക്കണമെന്നുണ്ടോ, അതിന് നമ്മൾ ഏറ്റവും വേഗത്തിൽ നമ്മളെ കാര്യം നടത്തി തരുന്നത് ഹനുമാൻ സ്വാമിയാണ്, ആഞ്ജനേയ സ്വാമിയാണ്. നമ്മൾ ഭഗവാനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാൻ നമുക്ക് നമ്മുടെ ആഗ്രഹം, വളരെ ന്യായമായിട്ടുള്ള ഏതൊരാഗ്രഹവും ഈശ്വരന്മാർ നമുക്ക് നടത്തി തരും. ആഞ്ജനേയ സ്വാമി ഏറ്റവും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യം നടത്തി തരും. കാര്യസാധ്യത്തിന് നമ്മൾ വഴിപാട് കഴിക്കുന്നത് ആഞ്ജനേയ ക്ഷേത്രത്തിലാണല്ലേ? എത്രയോ നിരവധി ഭക്തരാണ് ആഞ്ജനേയ സ്വാമിക്ക് കാര്യസാധ്യത്തിന് വേണ്ടി നിരവധി വഴിപാടുകൾ കഴിക്കാറുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവിൽ വഴിപാട് തന്നെയാണ്. അപ്പോൾ ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും. നമ്മുടെ നാട്ടിലേക്കാൾ അപേക്ഷിച്ച് പുറത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ, ആഞ്ജനേയ ഭക്തരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. നിരന്തരം അവർ ഹനുമാൻ സ്വാമി അത്രയേറെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലിസ സ്ഥിരമായിട്ട് ജപിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഒക്കെ കാരണം ഹനുമാൻ ചാലിസ ജപമാണെന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹനുമാൻ ചാലിസ ജപിച്ചു നോക്കൂ, ഫലം കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ നാമം ജപിക്കുന്നത് രാവിലെ ജപിക്കുകയാണ്. ഏത് നാമം ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഭാഗ്യസൂക്തമാവട്ടെ, ഇങ്ങനെയുള്ള ദേവിയുടെ നാമങ്ങളാവട്ടെ, ഇതൊക്കെ ഏറ്റവും നല്ലത്. ധന്വന്തരി മൂർത്തിയുടെ നാമങ്ങളാവട്ടെ, ഇതൊക്കെ ജപിക്കേണ്ടത് ഏറ്റവും രാവിലെ ജപിക്കുകയാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാവിലെ ജപിക്കുകയാണ്. നമ്മൾ രാവിലെ ആകുമ്പം വളരെ സമാധാനത്തോടു കൂടി എണീറ്റ് നമ്മൾ വേറെ മനസ്സിൽ മറ്റൊരു ചിന്തകളും ഇല്ലാണ്ട് നമ്മൾ നേരെ നാമം ജപിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ഈ നാമം ജപിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ വിശേഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ആരോഗ്യ പ്രശ്നമൊക്കെ പലർക്കും പലതരത്തിലുള്ളത് കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ഈ നാമം ജപിക്കാം. എപ്പോഴാണെങ്കിലും ഒരേ സമയം നോക്കി ജപിക്കുക. അപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ജപിക്കാൻ ശ്രമിക്കുക, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം തന്നെ ഒരേ സമയത്ത് ജപിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ 4:30ക്കാണ് ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 4:30ക്ക് ജപിക്കുക. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 11 ദിവസം 11 തവണ നമുക്ക് ജപിക്കാം. ഒരു ദിവസം 11 തവണ, അങ്ങനെ 11 ദിവസം ആ ഒരു ലക്ഷ്യത്തിന്, ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ജപിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജപിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും നമ്മൾ നാമം ജപിക്കുന്ന പോലെ ഒരു പ്രാവശ്യം ജപിക്കാം. അത് ഓരോരുത്തരുടെയും എങ്ങനെയാണോ ഓരോരുത്തർക്കും സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ജപിക്കാം. ഇനി 21 ദിവസം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. 21 ദിവസം ഈ 11 ഒരു ദിവസം 11 തവണ വെച്ച് 21 ദിവസം ജപിക്കുന്നതും വളരെ വിശേഷമാണ്. അത് നമ്മുടെ എങ്ങനെയാണോ നമുക്ക് സൗകര്യം വെച്ചാൽ അതുപോലെ ജപിക്കാം. ഭഗവാൻ ഓരോരുത്തരിലും നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്നാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക. അത്രയേറെ വേഗത്തിലാണ് വായുപുത്രൻ്റെ അനുഗ്രഹം. അത്ര വേഗം നമ്മുടെ കാര്യങ്ങൾ അദ്ദേഹം നടത്തി തരും. മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുകയേ വേണ്ടൂ. ഭഗവാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വേഗം നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഒരു കാരണം കൊണ്ടും മനസ്സ് വിഷമിക്കേണ്ട. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഭഗവാനോട് മനസ്സ് തുറന്ന് പറഞ്ഞാൽ മതി. ഈ നാമം ജപിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ കാര്യവും നമുക്ക് നല്ല രീതിക്ക് നടന്ന് കാണാൻ സാധിക്കും. അത്രയേറെ ഭഗവാൻ ഭക്തവത്സലനാണ്. ആഞ്ജനേയ സ്വാമിയുടെ
എത്രമാത്രം പറഞ്ഞാലും മതിയാവില്ല അല്ലേ ഭഗവാന്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ അമ്പലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ അമ്പലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് തൊഴേണ്ടതാണ്. ഇനിയിപ്പോൾ ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് നമ്മുടെ സ്ഥലത്ത്. പോകാൻ സാധിക്കുന്ന ആൾക്കാർ പോയി തൊഴുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഭഗവാൻ ഏറ്റവും പ്രിയം എന്നുള്ളത് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ചാൽ തന്നെ മതി. പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി, നമ്മുടെ കാര്യങ്ങൾ നടന്നിരിക്കും. അപ്പോൾ ഈ ഒരു ഹനുമാൻ ചാലീസ ഇങ്ങനെയൊന്ന് ജപിച്ച് നോക്കൂ. നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ നടത്തി തരും. പരിപൂർണമായ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ എന്തൊരു കാര്യവും അങ്ങനെയല്ലേ, ഇന്ന് ഒരു പ്രാർത്ഥന, നാളെ വേറൊന്ന്, മറ്റന്നാൾ വേറൊന്ന്, അതിന് പകരമായിട്ട് നമ്മൾ ഒരു പ്രാർത്ഥന, ഒരു ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് ചെയ്യുക. ആ ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിലും നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലല്ലോ ഇതൊന്നും പഠിക്കുന്നത്. നിരന്തരമായി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ പ്രാവീണ്യം നമ്മൾക്ക് ഉണ്ടാവുന്നത് അല്ലേ. അതുപോലെ തന്നെ നിരന്തരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് നടന്നിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.